അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ കോട്ട് കൊണ്ടാണ്. ഇഫ് യു ഡോണ്ട് ഗീവ് അപ്പ് യു വിൽ ഇവൻച്വലി സക്സീഡ് വിത്ത് ദ നെസസറി എഫർട്ട്. വിഷിംഗ് യു എ ഫാന്റാസ്റ്റിക് ഡേ ഓഫ് ലേണിംഗ്. ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അത്? ജയകുമാർ മനസ്സിലായി, വേറെ ആർക്ക് എൽദോ മനസ്സിലായി, ജിതി മനസ്സിലായി, രണ്ടുപേർക്ക് മൂന്ന് പേർക്ക് മനസ്സിലായി, മോഹിത് മനസ്സിലായി. മോഹിത് വീണ്ടും തല താഴ്ത്തി. പറഞ്ഞോളൂ ജിതിൻ, എന്താണ് മനസ്സിലായതെന്ന് പറഞ്ഞോളൂ. നമ്മള് നിർത്തിപ്പോയില്ലെങ്കിൽ നമ്മള് ചെറിയ ചെറിയ എഫേർട്ട് വെച്ചിട്ട് ഇവൻച്വലി നമ്മള് സക്സസ്ഫുൾ ആയിട്ട് മാറുന്നു. ഓക്കെ ഓക്കെ, പ്രീതി പറഞ്ഞോളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവൻച്വലി നമ്മൾ സക്സസ് ആവുക തന്നെ ചെയ്യുന്നു. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അവസാനം എത്തുമ്പോ നമ്മൾ സക്സസ് തന്നെ ആവും. ഓക്കെ ഓക്കെ, രാജേഷ് പറഞ്ഞോളൂ. സാർ, ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെർസിസ്റ്റൻസ് ആണ്. നമ്മൾ തോൽവി ഉണ്ടായാലും പരാജയം ഉണ്ടായാലും നമ്മൾ മെല്ലെ മെല്ലെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് സക്സസ്സിൽ എത്താൻ പറ്റുന്നുള്ളതാണ്. അതൊരു സത്യം തന്നെയാണ്. അത് എന്തായാലും അതിന്റെ റിസൾട്ട് ഉണ്ടാവും. വളരെ ഫേമസ് ആയ ഒരു റൈറ്ററുടെ കോട്ടാണോ, കേട്ടിട്ടുണ്ടോ ഇതിന്? വളരെ ഫേമസ് ആയ റൈറ്റർ വളരെ ഫേമസ് ആയ ഒരു ബുക്കിൽ വിവരിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? ഏതാണ് റൈറ്റർ എന്നറിയോ? വളരെ ഫേമസ് ആയ ഒരു മോട്ടിവേഷൻ ബുക്കിൽ ഇത് മറ്റൊരു രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. ഏതോ ബുക്ക്? ആൽക്കെമിസ്റ്റ്. റൈറ്റ്. അപ്പോ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട്, നിങ്ങൾക്ക് ട്രേഡിംഗ് അല്ല, ജീവിതത്തിൽ എന്ത് തന്നെ ആണെങ്കിലും നേടണമെങ്കിൽ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളത് ആഗ്രഹത്തിന് വേണ്ടി ആഗ്രഹത്തെ ഉപേക്ഷിക്കാതിരിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ എഫർട്ട് എടുക്കുകയാണെങ്കിൽ, യു വിൽ ഇവൻച്വലി സക്സീഡ്. ഒരു ഓവർനൈറ്റ് സക്സീഡ് അല്ല, ഇവൻച്വലി സക്സീഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രാജ്വലി പതിയെ പതിയെ നിങ്ങൾ സക്സസിലേക്ക് എത്തിത്തീരും എന്നാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് അതുപോലെ ഒരു ആഗ്രഹമുണ്ട്, ഞാനിത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ള ആഗ്രഹമുണ്ട്? ഞാൻ ആളുകളെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നിങ്ങൾ കൈബന്ധിച്ചോ? ഈ 37-38 പേരൊക്കെ കാണിക്കുന്നുണ്ട്, 39 പേരൊക്കെ 40 പേരൊക്കെ ആയിട്ടുണ്ട്. ഈ 40 പേർക്കും ഞാനിത് ചോദിച്ചത് കൊണ്ട് മാത്രം കൈബന്ധിച്ചാണ്, അത് ഉള്ളിന്റെ ഉള്ളില് എനിക്കിത് പറ്റും, ഞാനിത് ഉപേക്ഷിക്കില്ല, എന്തു വന്നാലും ഞാൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമെന്ന് 43 പേരായിട്ടുണ്ട്. 43 പേരും തീരുമാനിച്ചുറപ്പിച്ചതാണോ എന്നാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. പറഞ്ഞാൽ മതി ആരെങ്കിലും. ഓക്കെ, എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഫാന്റാസ്റ്റിക് ഡേ ഓഫ് ലേണിംഗ് ആയിരുന്നു. എന്തായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? കേട്ടില്ല. ഞാൻ ചുമ്മാ ചോദിച്ചതാണ്, നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കുള്ളിൽ ഇന്നൊരു പഠനം നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് എന്റെ ഒരു കാഴ്ചപ്പാടിലുള്ള പഠനം, എന്റെ ഒരു കാഴ്ചപ്പാടിലുള്ള പഠനം പറയാം. ഇന്നലത്തെ പോലെ തന്നെ എന്ത് സംഭവിച്ചിരുന്നു? ഇന്നലെ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡും അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡും സ്ഥിരമായിട്ട് തന്നിരുന്നു. ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് തന്നു, അതുപോലെ അവിടുന്ന് റിവേഴ്സൽ വന്നിട്ട് ഡൗൺ ട്രെൻഡും തന്നു. ഇന്ന് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ, ഡൗൺ ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വലിയൊരു ക്യാൻഡിൽ വീണിട്ട് പോലും നമ്മുടെ സ്ട്രാറ്റജി പരാജയപ്പെട്ടു. സ്ട്രാറ്റജികൾ ഇന്നിപ്പോ നമ്മൾ ഉപയോഗിച്ച സ്ട്രാറ്റജി പരാജയപ്പെട്ടു. ട്രെൻഡിങ് മാർക്കറ്റിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡിങ് മാർക്കറ്റിൽ നല്ലൊരു രീതിയിൽ റിസൾട്ട് തരുന്ന സ്ട്രാറ്റജി പരാജയപ്പെട്ടു. അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. അതല്ല ഇന്നത്തെ ഏറ്റവും വലിയ ലേണിംഗ് ഡേ അല്ലേ? ആദ്യം സ്ട്രാറ്റജിയിൽ പ്രോബ്ലം ഉണ്ടെന്ന് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ കൈബന്ധിക്കാം. എടുത്ത ആളുകൾക്ക് അറിയാം. ഇനിയിപ്പോ എടുക്കാത്ത ആളുകളാണെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പോലും കൈബന്ധിക്കാം. പറഞ്ഞോളൂ. ഇത് ഒരു കുറ്റപ്പെടുത്തലോ അതൊന്നുമല്ല. നിങ്ങൾക്കത് കൊള്ളില്ല, പറ്റില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈബന്ധിക്കാം. ആരുമില്ല, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടക്കാനും എന്തൊക്കെയോ ഒരു തടസ്സങ്ങളുണ്ട്. എന്തായാലും ഇല്ലാണ്ടിരിക്കില്ല. എത്രയധികം ആളുകൾ ഇരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ആ സ്ട്രാറ്റജിയെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇത് സ്ട്രാറ്റജിയിൽ പ്രശ്നമുണ്ടെന്ന് ഉണ്ടായിരിക്കാം. ആരും കൈബന്ധിക്കുന്നില്ല എന്ന് മാത്രം, പല കാരണങ്ങളും കൊണ്ടായിരിക്കും. ഇനി ഞാൻ എടുത്തതിൽ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തതിലാണ് പ്രശ്നം എന്നുള്ളത് ആളുകൾക്ക് ആർക്കെങ്കിലും തോന്നിയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൈബന്ധിക്കാം. ഒരുപക്ഷെ എനിക്കിത് ഫോഴ്സ്ഫുള്ളി ആണോ എന്ന് എനിക്കറിയില്ല. കാരണം നേരത്തെ പറഞ്ഞതില്, ഇപ്പൊ നിങ്ങളിൽ തന്നെ എത്ര ആൾക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തില് നേരത്തെ പറഞ്ഞ കാര്യം തോന്നിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ഫോഴ്സ്ഫുള്ളി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നതായിരിക്കാം.
എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എടുത്തതിലെ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ഒരു ഫന്റാസ്റ്റിക് ഡേ ഓഫ് ലേണിംഗ് എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്, സംതിങ് ഉണ്ട് അവിടെ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്. ആ ഒരു ലേണിംഗ് ഡേ ആവട്ടെ ഇന്നത്തെ ദിവസം. സാറേ, എനിക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ എനിക്ക് മനസ്സിലായത് സാറേ, നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതൊക്കെ അത്യാവശ്യം ആക്യുറേറ്റ് ആവുന്നുണ്ട്. പക്ഷെ റെസിസ്റ്റൻസും സപ്പോർട്ടും ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്യാനോ ഉള്ള അറിവില്ലായ്മ കൊണ്ടാവാം ഇന്നത്തെ ട്രേഡുകളൊക്കെ ലോസ് ആയതെന്ന് തോന്നുന്നു. ഓക്കെ, ഇന്നത്തെ ട്രേഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിനൊക്കെ അനീഷ്, അതിനൊക്കെ ചെറിയ ചെറിയ ടിപ്പുകളുണ്ട്. ഇന്നത്തെ ഒരു ട്രേഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം, ഒരു ലണ്ടൻ മാർക്കറ്റ്, ലണ്ടൻ സെക്ഷൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ, ലണ്ടൻ സെക്ഷൻ കഴിഞ്ഞെന്നല്ല, ലണ്ടൻ സെക്ഷന്റെ തുടക്കം കഴിഞ്ഞിട്ട് തുടങ്ങിയതിന് ശേഷം കുറച്ച് നേരം കൺസോൾട്ടേഷൻ നടന്നുണ്ടായിരുന്നു. അവിടെ കുറെ പേര് പെട്ടിട്ടുണ്ട്. അവിടുന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്, അവിടുന്ന് തന്നെയല്ല, ആ ഒരു സമയത്ത് തന്നെയാണ് എന്റെ ഓർമ്മ, അത് 11 മണി സമയത്താണോ 11:30 സമയത്താണോ എന്റെ ഓർമ്മ. കൺസോൾട്ടേഷൻ നടന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന്, ഇന്നത്തെ ട്രേഡ് കിട്ടാത്ത ആൾക്ക് ഒരു ട്രേഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരച്ചിട്ടിരുന്നു. ശ്രദ്ധിച്ചിരുന്നു ആരെങ്കിലും? ആക്ച്വലി ആ ട്രേഡ് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനതിൽ വരച്ചിട്ട ട്രേഡ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാനത് വരച്ചിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റിൽ അതിന്റെ ഉള്ളിൽ തന്നെ കുറെ പേര് ട്രേഡ് ഇട്ട ആളുകളൊക്കെ ഫെയിലർ ആയിട്ടുണ്ടായിരുന്നു. ഫെയിലർ ആവുക മാത്രമല്ല, എന്ത് സംഭവിച്ചു, ഇട്ട സമയത്ത് 11:30 ഇട്ടാ, 11:30 ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നാണ്, 11:30 ഞാൻ ഇട്ടത്. അപ്പോ അത് മാത്രമല്ല, എനിക്ക് തോന്നി അതിൽ നിന്ന് ഇപ്പൊ കുറച്ച് ആളുകൾ ഗിവ് അപ്പ് ചെയ്യുന്നു തോന്നി. അതിൽ കുറച്ച് ആളുകൾ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രേഡ് കിട്ടാത്തത് എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ടത്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി എന്തും സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ താഴെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങിപ്പോയി, വലിയൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഹയർ ടൈം ഫ്രെയിമിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയോ? മാർക്കറ്റ് വളരെ ക്ലിയർ സ്ട്രക്ചർ വന്നിട്ടുണ്ട്, ക്ലിയർ ഫുൾ ബാക്കുകൾ. ഹയർ ടൈം ഫ്രെയിമിൽ എടുക്കുകയാണെങ്കിൽ, ഹയർ ടൈം ഫ്രെയിം എന്ന് വെച്ചാൽ നിങ്ങൾ ട്രേഡ് ചെയ്ത 15 മിനിറ്റ്, നിങ്ങൾ ട്രേഡ് ചെയ്ത് ചിലപ്പോൾ 5 മിനിറ്റിലോ 1 മിനിറ്റിലൊക്കെ ആയിരിക്കും. അതിന്റെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരു 15 മിനിറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള പുൾ ബാക്കുകൾ വന്നിട്ടുണ്ട്, ക്ലിയർ പുൾ ബാക്കുകൾ വന്നിട്ടുണ്ട്. അപ്പൊ പുൾ ബാക്കുകളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രശ്നം ഒന്നാമത്തെ. രണ്ടാമത്തത്, ആ പുൾ ബാക്കുകൾ അങ്ങനെ വരുമ്പോ എവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെക്കണമെന്നും അറിയാത്തത്. മൂന്നാമത്തത്, അങ്ങനെ വരുന്ന സമയത്ത് ട്രെൻഡ് ലൈനിന്റെ ഏത് ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കണം, അല്ലെങ്കിൽ ഏത് ട്രെൻഡ് ലൈൻ വാലിഡ് ആവും എന്നുള്ളത് അറിയാത്തത്. ഈ മൂന്നെണ്ണമാണ് സംഭവിച്ചിരിക്കുന്നത്. അനീഷ്, മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? പോയാ സംസാരിച്ചതിന്റെ അനീഷ് പോയോ? ഇല്ല സാർ, ഞാൻ മ്യൂട്ടാക്കി തന്നാ. പറഞ്ഞു മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോളൂ, മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത് ക്ലിയർ പുൾ ബാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലിയർ പുൾ ബാക്ക് റീട്രേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വീഴുന്ന സമയത്ത് ഇങ്ങനെ തന്നിട്ടുണ്ട്, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിനെ ക്ലിയർ ചാർട്ട് എന്ന് പറയാം. ക്ലിയർ ചാർട്ടായിട്ടാണ്, നോക്കിക്കോളൂ, നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. അതിന്റെ ഇടയ്ക്ക് ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയയിലാണ് ഞാൻ, ഇവിടെ ഇങ്ങനെ ഒരു ഏരിയയിൽ നടന്ന സമയത്താണ് ഞാൻ ഇത്രയും വന്നൊരു ഏരിയയിൽ നടന്ന സമയത്താണ് ഞാൻ ആ എൻട്രി ഇട്ടത്. നോക്കിക്കോളൂ, അതൊരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആണ്. ചെറിയ 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 മൂവ്മെന്റുകൾ തന്നിട്ട് ഏരിയ ഞാൻ മാർക്ക് ചെയ്തതിന്റെ മുകളിൽ കാണാം എന്താണ്, നല്ല രീതിയിലൊരു എന്തുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നല്ല രീതിയിൽ എന്തുണ്ടായി? ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ആരെങ്കിലും ഇപ്പൊ ചാട്ടി പോയി നോക്കേണ്ടി വരും അല്ലേ? ബാലൻസ് ആണ് സോറി. എത്ര തവണ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് ഇവിടെ? എത്ര തവണ വന്നിട്ടുണ്ട്? ആക്ച്വലി ഇതെന്താണ്, നല്ലൊരു കൺസോൾട്ടേഷൻ ആണ്. റെസിസ്റ്റൻസ് സപ്പോർട്ട്, റെസിസ്റ്റൻസ് സപ്പോർട്ട്, റെസിസ്റ്റൻസ് സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് സിമ്പിൾ പ്രൈസ് ആക്ഷൻ ആണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇരുപക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൽ നോക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞ സ്ട്രാറ്റജിയിൽ ഒരു പോയിന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഒരു പോയിന്റ് നിങ്ങൾക്ക് അതിൽ ഇല്ലല്ലോ എന്നുള്ളത് തോന്നിയിട്ടുണ്ടാവും. അത് വർക്കാവുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്, വർക്കാവുന്നുള്ളതൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനത് ആദ്യം ടൈപ്പ് ചെയ്യായിരുന്നു. ആക്ച്വലി അത് ആദ്യം ടൈപ്പ് ചെയ്യായിരുന്നു. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പോയതിന്റെ ഉള്ളിൽ സംഭവിച്ച കാര്യമാണത്. പഴയ ആൾക്കാർക്ക് അറിയാം, പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഒത്തിരി ഞാൻ തള്ളുകയാണെന്നൊക്കെ തോന്നും. പഴയ ആൾക്കാർക്ക് അറിയാനുള്ള സാധ്യതയുണ്ടത്. അങ്ങനെ സംഭവിച്ച കാര്യമാണത്. അപ്പോ ഇതില് നോക്കിയാൽ കാണാൻ എന്താണ്, 1 2 3 ഫ്രീ ടെസ്റ്റ് വന്നോ? ഫ്രീ ടെസ്റ്റ് വന്നില്ലേ? പിന്നെ തിരിച്ചിറങ്ങി,
ഈ ഒരു സമയത്ത് ഞാൻ റിസ്ക് ആണ് എടുക്കുന്നത് എങ്കിൽ പോലും ഞാൻ അവിടെ ട്രേഡ് എടുക്കും. മനസ്സിലായോ? ഡെറി മനസ്സിലായോ എന്തുകൊണ്ടാന്നുള്ളത്? കാരണം എനിക്ക് കൺഫർമേഷൻ കിട്ടി. ഒരു 3 തവണ വന്നതിൽ ആദ്യത്തെ എന്ത് വന്നു? ആദ്യത്തെ റീടെസ്റ്റിൽ എന്ത് സംഭവിച്ചു? ആദ്യത്തെ റീടെസ്റ്റ് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡെറിന് അറിയാൻ സാധ്യതയുണ്ട്. എന്താണ്? അതിന്റെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തതിലാണ് ആദ്യത്തെ റീടെസ്റ്റ് വന്നിട്ട് നല്ലൊരു എന്ത് വന്നു? ബെയറിഷ് ക്യാനിൽ നല്ലൊരു പിൻബാർ വന്നു അല്ലെ? അതെ അതെ ആണോ? പിൻബാർ വന്നു. പിന്നെ അടുത്ത വരവ് വരുമ്പോ എനിക്ക് എന്താ എടുക്കാൻ പ്രശ്നം? വേരിയേറ്റ് എടുത്തൂടെ? എടുക്കാം. അവിടെയാണ് ഫെയിലർ ആയെങ്കിലും പോട്ടെ എന്നുള്ള രീതിയിൽ കണ്ണടച്ചെടുക്കുന്ന എൻട്രികൾ. ആർക്കെങ്കിലും മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം? ആർക്കെങ്കിലും മനസ്സിലായോ? അപ്പൊ പഴയ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ല, പുതിയ ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ എൽദോ പറഞ്ഞ പോലെ തന്നെ പുകയേറ്റിരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് എനിക്ക് ഞാൻ എൻട്രി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഇതിന്റെ മുകളിലൊരു നിങ്ങൾ നോക്കിയാണ് ഇതിന്റെ മുകളിൽ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്, ഒരു ട്രെൻഡ് ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. എത്ര മിനിറ്റിന്റെ എന്നുള്ളത് എനിക്കറിയാം. 50 മിനിറ്റ്സിന്റെ ട്രെൻഡ് ലൈൻ ആണത്. അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ സ്ലോപ്പിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഒരു ചെറിയ സ്ലോപ്പിൽ നിന്നാണ് എൻട്രി വന്നിരിക്കുന്നത്. ആ എൻട്രി എടുക്കാനുള്ള കാരണം അതിൽ പ്യൂർ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, പ്യൂർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് എടുത്തത്. ഈ ഒരു ക്യാൻഡിൽ എനിക്ക് കിട്ടി. പിന്നെന്താണ് ക്യാൻഡിൽ കിട്ടല് എങ്ങനെയാണ് കിട്ടിയത്? ആ ഒരു ഏരിയ ഏതാണ് കിട്ടിയത്? രണ്ടും എനിക്ക് അഡ്വാൻറ്റേജ് ആണ്. എന്റെ ട്രേഡിൽ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നെക്സ്റ്റ് അവിടേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ ഞാൻ ഈ ഒരു ക്യാൻഡിലിനെ മൈൻഡ് ചെയ്യില്ല, ഇതെടുക്കും. ഇനി വന്നു പോവാണെങ്കിൽ പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. കാരണം എന്തുകൊണ്ടായിരിക്കും വരുന്നത്? പിന്നെ കാരണം നമ്മുടെ പഠനപ്രകാരം ഓക്കെ ആയിട്ടുണ്ട്. പഠനപ്രകാരം ഓക്കെ ആയിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇല്ലേ? നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് റീടെസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്ത് ക്യാൻഡിൽ കിട്ടി നമുക്ക്? റിജക്ഷൻ ക്യാൻഡിൽ. എന്ത് പുൾ ബാറാണ്? ഇൻവെർട്ടഡ് ഹാമർ, പുൾ ബാർ, ഐ മീൻ ഇത് കിട്ടിയില്ലേ? പുൾ ബാറല്ല, പിൻബാർ കിട്ടി. റിജക്ഷൻ ക്യാൻഡിൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു പിൻബാർ കിട്ടിയത് കൊണ്ട് എനിക്ക് പിന്നെ അവിടേക്ക് വരുന്ന റീടെസ്റ്റിനെ എനിക്ക് വിശ്വസിക്കാൻ, ഐ മീൻ ധൈര്യമായിട്ട് വിശ്വസിച്ചൂടെ? വെച്ചൂടെ? അത് തന്നെയാണ് ആ ഒരു എൻട്രി പ്ലേസ് ചെയ്യാനുള്ള കാരണം. ഇതൊരു പക്ഷെ എനിക്കറിയാം നിങ്ങളിൽ പലർക്കും ഇത് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ പിക്ക് ചെയ്യാനുള്ളത്. പക്ഷെ ഇവിടേക്ക് എത്തേണ്ട ഒരു സമയത്തിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ എൽദോട് പറഞ്ഞത്. അത് തന്നെയാണ് അസീമിനോട് പറഞ്ഞത്. അത് തന്നെയാണ് ഫ്രെഡിയോട് ഞാൻ പറഞ്ഞില്ല, വേറെ ആരോ സംസാരിച്ച സമയത്ത്, ഹരികൃഷ്ണനാണെന്ന് തോന്നുന്നത്, സംസാരിച്ച സമയത്ത് പറഞ്ഞത്. അവിടേക്ക് എത്തേണ്ട ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ കുറച്ച് കാലം എടുക്കും. ഇങ്ങനെയുള്ള എൻട്രികൾ ബ്ലൈൻഡ് ആയിട്ട് ചാർട്ട്, ഐ മീൻ ഒരു ബ്ലൈൻഡ് എന്ന് പറയില്ല, എന്താ പറയുക, ക്ലീൻ ചാർട്ടിൽ ഇതുപോലുള്ള എൻട്രികൾ എടുത്ത് ശീലിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം. പ്രീവിയസ് ആയിട്ട് നടന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. മാർക്ക് ചെയ്തതിനെ വീണ്ടും വീണ്ടും സംഭവിക്കുന്നുണ്ടോ എന്ന് ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ ഇന്നത്തെ ലേണിംഗ് ഡേ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയ ഒരു ലേണിംഗ് ഡേ ആണ്. ഫെയിലിയേഴ്സ് എന്ത് തരും നമുക്ക്? നല്ല സ്റ്റഡി തരുന്നുണ്ട്. ഫെയിലിയേഴ്സ് സ്റ്റഡി തരും. കോൺഫിഡന്റ് ആയോ? കുറെ പേരുകൾക്കൊക്കെ എനിക്കറിയാം, കുറച്ച് ട്രേഡ് ഒക്കെ എടുത്തിട്ട് ആകെപ്പാടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. കോൺഫിഡന്റ് ആയോ? ഞാൻ കൂടുതൽ കോൺഫിഡന്റ് ആയി. കാരണം ഞാൻ ഇന്ന് കൊടുത്ത സ്ഥലം എന്ന് പറയുന്നത് മുമ്പ് ഒറ്റ ട്രേഡില് ചുമ്മാ കൊടുത്തിട്ടിരുന്ന സ്ഥലമാണ്. പക്ഷെ ഇന്ന് ഞാൻ 4 ട്രേഡിലായിട്ടാണ് കൊടുത്തതെന്നുള്ള ആ ഒരു ഇതുണ്ട്. ഓക്കെ, ഞാനിതില് പിക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് പിക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിക്ചർ പിക്ക് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഒരു പിക്ചർ ഞാൻ പിക്ക് ചെയ്യാം. ഇത് അജയ് ഘോഷിന്റെ ഒരു പിക്ചറാണ്. അജയ് ഘോഷിന്റെ ഞാൻ പിക്ചർ പിക്ക് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അജയ് ഘോഷ് ഈ ഏരിയ ഒന്ന് പോവാം. അജയ് ഘോഷ് ഉണ്ടോ അവിടെ? കേൾക്കുന്നു. ഇത് ചാർട്ടിൽ പോവാം. എത്ര 1 മിനിറ്റിന്റെ ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പോയാൽ കിട്ടും, നാളേക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം എന്താ വെച്ചാൽ 1 മിനിറ്റിന്റെ ക്യാൻഡിൽസ് ഇങ്ങനെ കൂടുന്തോറും ഫ്രീ ചാർട്ടിൽ കിട്ടിയെന്നില്ല. ഈ ഏരിയ പോവാം. ഇതെന്തുകൊണ്ടാണ് അജയ് ഘോഷ് മാർക്ക് ചെയ്തെന്നുള്ളത് നോക്കാം. ഇതെന്താണ്? ഇത് എന്തായാലും ഡെഫിനറ്റ്ലി ഒരു സപ്പോർട്ടായിരിക്കും അല്ലെ അജയ് ഘോഷ്? അതെ. ആദ്യത്തെ തവണ എന്ത് സപ്പോർട്ട് വന്ന് എടുത്തോ? രണ്ടാമത്തെ തവണ വീണ്ടും വന്നിട്ട് എന്ത് ക്യാൻഡിലാ കിട്ടിയത് നോക്കുക. ഞാൻ ഇത്തിരി വലിയ ഇതിൽ പറയാം. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇവിടുന്ന് ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടി. 2 കിട്ടിയിട്ടുണ്ട്. 2 കിട്ടി. മൾട്ടിപ്പിൾ ടൈമിൽ പോയിട്ട് അത് ചെക്ക് ചെയ്തിരുന്നോ? ഒരു 5 മിനിറ്റ്സിലോ 15 മിനിറ്റ്സിലോ ആ സമയത്ത് ചെക്ക് ചെയ്തിരുന്നോ? എന്റെ ചോദ്യം അതാണ്. ഇല്ല നോക്കിയില്ല.
നോക്കിക്കോളൂ പോയിട്ട്. ഇത് റിജക്ഷൻ ക്യാൻഡിലാണ് അജയ് ഘോഷ്. അതെ അതെ അതെ. ഇത് റിജക്ഷൻ ക്യാൻഡിലാണ്. എവിടുന്നാണ് കിട്ടുന്നത്? ഞാൻ ഈ കാര്യം ഞാൻ അജയ് ഘോഷിനോട് ആദ്യത്തെ തവണ പറയുന്നല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് സപ്പോർട്ടിൽ നിന്നാണ് അത്. റിജക്ഷൻ സപ്പോർട്ടിൽ നിന്ന് റിജക്ഷൻ വന്ന എന്തായിരിക്കും? അടുത്ത സ്ട്രോങ്, ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ആണെങ്കിൽ അടുത്ത സ്ട്രോങ് സപ്പോർട്ടിലേക്ക് പോകും. എവിടുന്നാ കിട്ടിയത്? ഇതിൽ നിന്നായിരിക്കും, ഇതിന്റെ മുകളിലായിരിക്കും അല്ലെ? ഇതിന്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിലായിരിക്കും. കാരണം ഇതായിരുന്നല്ലോ അടുത്ത്, അപ്പൊ ഇതായിരിക്കും വരണ്ടാവും. ഫ്രണ്ട് ലൈനിൽ വരും, ഇതിലായിരിക്കും. നോക്കിക്കോളൂ, ഇതിൽ തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്? അതെ അതെ ആയിരിക്കാം. ഇവിടുന്നാണ് അടിച്ചിട്ടുണ്ടാവുക. കാരണം എന്താണ്? സിമ്പിൾ ആണ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇത് പ്രകാരം ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞു ഇതിന്റെ മുകളിൽ വെക്കാനായിരുന്നു, ഓർക്കുന്നുണ്ടോ? കാരണം നമ്മൾ സെക്കൻഡ് ടച്ചിന്റെ മുകളിൽ വെക്കാനായിരുന്നു പറഞ്ഞു. പിന്നെ കുറയ്ക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇടയിൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് സഞ്ചരിക്കും മാർക്കറ്റ്, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കും. ഇതിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ നിയറസ്റ്റ് പോയിന്റിലേക്ക് സഞ്ചരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് ഇവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്? ഊർജ്ജമാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ? ബയേഴ്സിന്റെ ഊർജ്ജമല്ലേ കിട്ടിയത്? അതെ അതെ. അത് വേസ്റ്റ് ആക്കുവോ? ഇല്ല. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള മൈനേഴ്സിനൊന്നും എന്താക്കില്ല, മൈൻഡ് ചെയ്യില്ല. മൈനേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ? മൈനർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ മൈൻഡ് ആക്കാതെ മാർക്കറ്റ് മുകളിൽ പോയി അടുത്തൊരു മേജറിലേക്ക് സഞ്ചരിക്കും. നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്ന് കിട്ടിയ ടിപ്പാണ് എല്ലാവർക്കും കൂടിയിട്ട്. നോട്ട് ചെയ്ത് വെച്ചോ. ഇത് നമ്മൾ വീണ്ടും മറ്റൊരു സ്ഥലത്ത് ഇത് ഉപയോഗിക്കും. നോട്ട് ചെയ്ത് വെച്ചോ. അജയ് ഘോഷിനോട് ഞാൻ ആദ്യമായിട്ട് പറയുന്നല്ല അല്ലല്ലോ. അതെ ഞാൻ മറന്നു പോകുന്നത്. നേരത്തെ അനീഷ് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? അനീഷ് അല്ലേ ഇത് പറഞ്ഞത്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള. അപ്പോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ രണ്ട് കാര്യം പറയാം. ഞാനിപ്പോ ഇന്ന് അതിന്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞുള്ളൂ. രണ്ട് കാര്യം പറയാം, ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മൈനറും ഉണ്ടാവും, മേജറും ഉണ്ടാവും. നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണ് അനാലിസിസ് ചെയ്യണോ അതിനെ മേജർ എന്ന് വിളിക്കുക. അതിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും? ചെറിയ ചെറിയ മൊമെന്റുകൾ വരും. അതിനെ മൈനർ എന്ന് വിളിക്കുക. മനസ്സിലായോ? മൈനർ എന്ന് വിളിക്കുക. ഈ മേജർ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയലാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ച് ട്രേഡ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ. ക്ലിയർ ആയോ? ആർക്കെങ്കിലും ക്ലിയർ ആയോ? മേജർ പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള. ഞാൻ എന്തിനാണ് റേഞ്ച് വരച്ചിടുന്ന കാലത്ത് ആർക്കെങ്കിലും മനസ്സിലായില്ലോ? റേഞ്ച് എന്തിനാണ് ഞാൻ വരച്ചിടുന്നത്? അത് മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലേ സാർ? മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്നല്ലെങ്കിൽ ആ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരുപക്ഷെ മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത്തിരി അകലെയായിരിക്കും. ഇന്ന് നോക്കിയിരുന്നോ? ഇന്ന് വൈഡ് റേഞ്ച് ആയിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ഇന്നലെയൊക്കെ ഇത്തിരി ക്ലോസ് റേഞ്ച് ആയിരുന്നു, ഇന്ന് വൈഡ് റേഞ്ച് ആയിരുന്നു വരച്ചിട്ടത്. ശ്രദ്ധിച്ചിരുന്നോ? വലിയ റേഞ്ച് ആയിരുന്നു. എന്നോട് ആരെങ്കിലും പറഞ്ഞോ? എന്നോട് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് എന്നോട് വന്ന് പറഞ്ഞോ ഇന്നിപ്പോ ഗോൾഡ് വീഴുന്ന ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ ഈ റേഞ്ച് വരെ വരും എന്ന് പറഞ്ഞോ? ഇല്ല, അത് എക്സ്പീരിയൻസ്. മനസ്സിലായോ? അജയ് ഘോഷ് മനസ്സിലായോ? അജയ് ഘോഷ് ഞാൻ പറഞ്ഞില്ലേ, ഇമ്പ്രൂവ് ചെയ്യാനുള്ള അജയ് ഘോഷ് സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഇത് ഞാൻ മുന്നേ പറഞ്ഞു തന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അജയ് ഘോഷിനെ ചാർട്ട് ചെയ്യാൻ പിക്ക് ചെയ്യുന്നത്. കാരണം അജയ് ഘോഷ് എല്ലാം ചെയ്തു വെച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എല്ലാം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. ഇതും മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിന് സെക്കൻഡ് ടൈമിലാണ് വന്നത്. ആ സെക്കൻഡ് ടൈമിൽ വരുന്ന സമയത്ത് എന്താണ്? മറ്റേതിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള റിജക്ഷൻ ആണ്. ബ്രേക്ക് ചെയ്തിട്ടുള്ള സ്ട്രോങ് റിജക്ഷൻ ആണ്. ആ ഒരു സമയത്ത് അപ്പൊ മൾട്ടിപ്പിൾ ടൈമിൽ നോക്കണത്. മൾട്ടിപ്പിൾ ടൈമിൽ എന്താണ് കിട്ടുന്നത്? ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്, റിജക്ഷൻ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അജയ് ഘോഷ്? ഇവിടെ തന്നെ റിജക്ഷൻ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ തന്നെ മൾട്ടിപ്പിൾ ടൈമിൽ നോക്കി കഴിഞ്ഞാൽ പിന്നെയും വരുന്ന റിജക്ഷൻ ക്യാൻഡിലാണ്. എന്താണ്? അപ്പൊ നമുക്ക് കൺഫർമേഷൻ ആയി ഒന്നാമത്തെ റിജക്ഷൻ, രണ്ടാമത്തെ റിജക്ഷൻ. ഇനി അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്താവണം? മാർക്കറ്റിന് അടുത്ത മേജറിലേക്ക് പോയതിനു ശേഷമാണ് മാർക്കറ്റ് വരുള്ളൂ. മനസ്സിലായോ? റിട്ടേൺ വരുള്ളൂ. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ അത് കണ്ടുപിടിക്കാൻ? അല്ല എനിക്കത് തെറ്റുപറ്റി മനസ്സിലായി. അത് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് തെറ്റുപറ്റി മനസ്സിലായതിട്ടതിന് ശേഷം അതിന് ബ്രേക്ക് ചെയ്യുവാനാക്കിയത്. നോക്കിക്കോളൂ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പോയി നോക്കിക്കോളൂ. എന്റെ ഒരു ഊഹത്തിലാണ് ഞാൻ പറഞ്ഞത് ഇവിടുന്നാണെന്നുള്ളത്. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ മാർക്കറ്റിന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എന്റെ ഊഹത്തിലാണ്. ഈ ഒരു ഇതിലെ ലെവലിലാണ്, ഈ സെക്കൻഡ് പോയിന്റിലായിരിക്കണം എന്നുള്ളത്. കാരണം ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. എന്റെ അറിവ് ശരിയാണ്, ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല.
ഇതിലായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു ഊഹം വരുന്നത്. ഈ ഒരു പോയിന്റിലായിരിക്കും എന്നുള്ളതാണ് എന്റെ ഊഹം. പോയി നോക്കിക്കോളൂ, കറക്റ്റ് ആണോ നോക്കിക്കോളൂ, എന്നിട്ട് നാളെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ഇട്ടാൽ മതി ഇത് കറക്റ്റ് ആയിരുന്നു. ഓക്കെ. സാർ നമ്മള് മേജർ എടുക്കുമ്പോ ട്വൈസ് ആയിട്ടുള്ള ടൈം ഫ്രെയിംസ് നോക്കിയാൽ മതിയോ? ഇപ്പൊ നമ്മൾ 3 മിനിറ്റ്സിലാണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് മേജർ ആക്കി എടുത്താൽ മതിയോ? എൻട്രി കിട്ടില്ല എന്നല്ല നിങ്ങളെ കൺട്രോളും പോകും. എൻട്രി കിട്ടില്ല, നിങ്ങളുടെ കൺട്രോൾ പോകും. ഞാനത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാന്നുള്ളത്. ഡെറിൻ ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. കാരണം നിങ്ങൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഞാനത് ചില സമയത്ത് വീക്കിലി പിക്ക് ചെയ്യും, ചില സമയത്ത് ഡെയിലി പിക്ക് ചെയ്യും. ഇന്ന് വീക്കിലി ആണ് പിക്ക് ചെയ്തിരുന്നു. കാരണം പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചിരുന്നു ആരെങ്കിലും? അനാലിസിസിലേക്ക് പോവാം. നെക്സ്റ്റ് അതാണല്ലോ നമ്മൾ എന്തുകൊണ്ട് ഞാൻ വീക്കിലി പിക്ക് ചെയ്തു എന്നുള്ളത് അനാലിസിസിലേക്ക് പോവാം. അപ്പോ ഇന്ന് അനാലിസിസ് കണ്ട ആളുകൾ ആരൊക്കെയുണ്ട്? അപ്പൊ ഞാൻ നെക്സ്റ്റ് സെക്ഷൻ ഞാൻ അടുത്ത പിക്ക് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇന്നത്തെ സ്റ്റഡി ഏകദേശം കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അടുത്ത ആളുകളുടെ പിക്ക് ചെയ്യാത്തത്. എന്തുകൊണ്ട് ഫെയിലർ ആയി എന്നുള്ളത്. ഓക്കെ, 25 പേര് കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ള ആളുകളൊന്നും കണ്ടിട്ടില്ല. അപ്പോ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളോട് എല്ലാവരോടും പറയാണ്, നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കാണേണ്ട വീഡിയോകളിൽ ഒന്ന് പെട്ടാണ് അനാലിസിസ്. അതില്ലാതെ ഞാൻ വീണ്ടും പറയാണ്, അതില്ലാതെ നിങ്ങൾക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല, നിങ്ങൾക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. കറക്കി കുത്തുണ്ടാവും, മുച്ചീട്ട് കളി പോലെയൊക്കെ നിങ്ങൾക്ക് കിട്ടിയായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, ലോങ് റണ്ണിന് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അനാലിസിസ് ചെയ്യണം, സ്വയം അനാലിസിസ് ചെയ്യണം. അതിന്റെ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു ഡെമോ ആണ് ഞാൻ അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെന്താണ് കൃത്യമായ പോയിന്റുകൾ തരാത്തത്. ഞാൻ കഴിഞ്ഞ എന്നോട് ആരോ ചോദിച്ച പോലെ തന്നെ കൃത്യമായ പോയിന്റുകൾ തരാത്തതാണ്. നിങ്ങൾ ഞാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചാർട്ടിൽ പോയി നോക്കി വെരിഫൈ ചെയ്യാനാണ് ഞാൻ അതിന് പോയിന്റുകൾ തരാത്തത്. എന്ന് വെച്ചാൽ പ്രൈസ് പോയിന്റുകൾ തരാത്തത് അതുകൊണ്ടാണ്. 25 പേരെ കാണുന്നുള്ളൂ. കാരണം ഇവിടെ ഇരിക്കുന്ന 70 പേരിൽ നിന്ന് 25 പേര് അല്ലെങ്കിൽ 24 പേരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. കാരണം എന്ന് വെച്ചാൽ 140ഓളം ആളുകൾ, 136 ആളുകളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അതിലാകെ 25 പേര് കണ്ടു എന്ന് പറയുമ്പോൾ 110ഓളം ആളുകൾ പുറത്താണ്, കണ്ടിട്ടില്ല, കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സീരിയസ് ആയിട്ട് ആരൊക്കെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര സംശയം തോന്നുന്നുണ്ട്. എനിവേ, ഇതിലെല്ലാം പിന്നെ വേറൊന്ന്, ഇതിലെല്ലാം കൈപൊന്തിച്ച ആളുകളെല്ലാം സത്യമായിട്ടാണ് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിൽ നിന്ന് 2 പേരെ ഞാൻ പിക്ക് ചെയ്യാം, 2 അല്ല, ഒരു 3 പേരെ പിക്ക് ചെയ്യാം. കാരണം ഞാൻ പിക്ക് ചെയ്യുന്നതിന് റീസൺ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഹനീഫ പറഞ്ഞോളൂ, അനാലിസിസിൽ കണ്ടിട്ട് എന്താണ് തോന്നിയത്? അനാലിസിസിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞോളൂ. ഹനീഫ, മുഹമ്മദ് ഹനീഫ. സാറേ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അനാലിസിസ് സാറ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻട്രി പോയിന്റും വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മീൻസ് വ്യക്തമായിട്ടില്ലെങ്കിലും മെൻഷൻ ഈ ഏരിയ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ്. പിന്നെ വീക്കിലി ആയിട്ടാണ് സാറ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇത് കാരണം ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സാറ് അത് വീക്കിലി വെച്ചിട്ടുള്ള അത് അനാലിസിസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ് എങ്ങനെ ആയിരിക്കും, അത് ഡൗൺ ട്രെൻഡിൽ കാണുന്ന പോലും വ്യക്തമായിട്ട് തന്നെ മെൻഷൻ ചെയ്ത പോലെ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത് സാറ് കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, ഞാൻ അതിന്റെ ഇടയിൽ അപ് ട്രെൻഡിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിട്ടുണ്ട്. ബട്ട് അത് മെയിൻലി പറഞ്ഞിട്ടുള്ളത് ഡൗൺ ട്രെൻഡിലേക്കാണ് കൂടുതൽ സാധ്യത. അപ് ട്രെൻഡ് ഉണ്ട്, ഇല്ല എന്നല്ല. ഒരു 48-55 ബിറ്റ്വീനിലാണ് സാർ പറഞ്ഞിട്ടുള്ളത് പോവാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. അത് മെയിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഏരിയ അതാണ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഗുണമുണ്ടോ? എനിക്ക് തോന്നുന്നു 100% ഗുണമുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ശരിക്കും ട്രേഡ് മെയിൻലി സാറേ അത് ഈ ഒരു അനാലിസിസ് കേട്ടിട്ട് അത് ഞാനൊരു അനാലിസിസ് ഉണ്ടാവും എന്റെ അടുത്ത്, അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് പിന്നെ സാറിന്റെ വരുന്നത് അത് കേട്ട് ക്ലിയർ ആയിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ. കാരണം ഞാൻ എടുക്കുന്നത് 1-2 ട്രേഡ് എടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സാറിന്റെ ട്രെൻഡ് ലൈന് പഠിച്ചതിനുള്ള സ്ട്രാറ്റജിയാണ്. അത് എനിക്ക് കംപ്ലീറ്റ് കിട്ടിയിട്ടില്ല. ഈവൻ സ്ട്രക്ചറിന്റെ ചേഞ്ചസ് പോലും കംപ്ലീറ്റ് എനിക്ക് ക്ലാരിഫൈഡ് ആവണില്ല. ഞാൻ ഒരു വീഡിയോ തന്നെ ഞാനൊരു അറൌണ്ട് 8 തവണ അത് പ്രാക്ടീസ് കണ്ടിട്ട്
ഞാൻ വൺ വീക്ക് ഞാൻ അത് ഫുൾ കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്ത് ഡെമോയില്. എന്നതിന് ശേഷം നെക്സ്റ്റ് വീക്കിലാണ് ഞാൻ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് എനിക്ക് സക്സസ്ഫുൾ ആണ്. കാരണം കൂടുതലും സാറിന്റെ സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഞാൻ എന്റെ ക്യാപിറ്റല് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡബിൾ ആയതും അത് ഇപ്പൊ ഡബിൾ കൂടുതലാണ്. അപ്പൊ അത് സാറിന്റെ ഒരു സ്ട്രാറ്റജി, ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി, ഒരു സ്വിങ് നോക്കിയിട്ട് വയ്ക്കും. ഒരു കോൺഫിഡൻസ് ലെവൽ, ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ഒരു SL ഒരു കുറച്ച് കയറ്റി വെക്കാറുണ്ട്. മീൻസ് അടിക്കും, അതൊരു ഇന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ഇത്ര $. അതൊരു SL കറക്റ്റ് ആയിട്ട് വെക്കും. അടിച്ചു അതിലൊരു മാറ്റം വെക്കാറില്ല. അതിനനുസരിച്ച് തന്നെ പ്രോഫിറ്റും. അതൊരു SL ഞാൻ പെർഫെക്റ്റ് ആയിട്ട് വെക്കുന്ന 2 എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ആ SL കറക്റ്റ് അടിക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെ ഞാൻ ആ ഒരു ട്രേഡ് ഞാൻ എടുക്കും. 2 ട്രേഡ് എടുക്കുമെങ്കിലും ആ ഒരു കോൺഫിഡൻസിൽ എടുക്കും. അടിക്കട്ടെ എന്നുള്ള രീതിയിൽ സാറിന്റെ അനാലിസിസ് വരെ. പറഞ്ഞോളൂ. അനാലിസിസ് സാറിന്റെ അനാലിസിസ് പെർഫെക്റ്റ്. എനിക്ക് ഇത്രയും സാറിന്റെ അനാലിസിസ് കണ്ടിടത്തോളം എനിക്ക് സക്സസ്ഫുൾ ആയിട്ടേ ഉള്ളൂ. അത്രയ്ക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഒരു ഐഡിയ ഇല്ല മാർക്കറ്റിനെ കുറിച്ച്, ബട്ട് സാറിന്റെ അത് അനാലിസിസ് കിട്ടുമ്പോ നമുക്കൊരു കോൺഫിഡന്റ് ആണ്. ഓക്കെ, ഇന്നത്തെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഏഷ്യൻ സെക്ഷൻ കഴിയുമ്പോഴേക്കും നമുക്കൊരു ചാർട്ടിന്റെ ഒരു മൂവ്മെന്റ്സ് അറിയാൻ പറ്റും. പിന്നെ ഞാൻ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കാറില്ല. ട്രെൻഡിന് കറക്റ്റ് ട്രെൻഡ് നോക്കിയിട്ട് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ അതിന്റെ സ്വിങ് വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഒന്ന് അപ്രീസിയേഷൻ ഉണ്ട് അനീഫ. ഞാൻ എന്തുകൊണ്ട് പിക്ക് ചെയ്തു എന്നുള്ളത് എന്റെ കാരണം ഇതുകൊണ്ടായിരുന്നു. അനീഫ സംസാരിച്ച് കേട്ടല്ലോ, ക്ലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചു. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞതുകൊണ്ടല്ല, അനീഫയുടെ ഒരു ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് എന്ന് വെച്ചാല്, ഞാൻ മാർക്കറ്റിന് മുമ്പേ എനിക്ക് എന്ന് പറയുന്ന മാർക്കറ്റില് 1 year എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് വെച്ചാല്, ഞാന് $3,000 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് ഒരു സ്കാം ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അതൊന്ന് എനിക്ക് ഇതേപോലെ തന്നെ സാറ് ആദ്യം ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ ഉള്ളൊരു ഫീൽഡാണ്. ആ ട്രെൻഡില് കാൻഡിൽ പോകുന്നു, എടുക്കുന്നു. എന്റെ $3,000 ഞാൻ ഫുൾ ലോസ് ആക്കി, ഫുൾ വാഷ് ഔട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അത് പല വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ട്, ഞാൻ സാറിന്റെ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല ഇതിലോട്ട് വരാന്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, ഉള്ളിൽ നിന്ന് ഉള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കരുത്. എന്നിട്ട് ഞാൻ 1 year എക്സ്പീരിയൻസ് 6 months ഞാൻ വേറെ വീഡിയോസ് കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ഞാൻ ഡെമോയില് പ്രാക്ടീസ് ചെയ്യുന്നത് സക്സസ് ആവണില്ല. ഒരുപാട് ഞാൻ ട്രൈ ചെയ്തു. പിന്നെ ഞാന് സാറിന്റെ ക്ലാസ് വീഡിയോസ് ഞാൻ കണ്ടു തുടങ്ങിയിട്ടാണ് ഞാൻ പിന്നെ സ്റ്റാർട്ടിങ്. പിന്നെയാണ് ഞാൻ ഇതേപോലെ സ്മോൾ ഡോളർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സാറ് കാരണമാണ്. സാറിന്റെ ആ വീഡിയോസ് ഞാൻ കണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ജോയിൻ ചെയ്തിട്ടും ഞാനത് ട്രെൻഡ് ലൈന് ഞാൻ ഒരു അറൌണ്ട് 15-16 തവണയായിട്ട് ഞാൻ ആ ട്രെൻഡ് ലൈനിന്റെ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് സാറിന് ഞാൻ ഒരു ദിവസം ഞാൻ വീഡിയോ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട്, എനിക്ക് കറക്റ്റ് ആണെന്ന് പോലും അറിയത്തില്ല, ബട്ട് ഞാനത് ഞാൻ ഡെമോയില് വെച്ചിട്ട് നോക്കിയിട്ടാണ് വരച്ചിട്ടാണ് സെൻഡ് ചെയ്തത്. എന്റെ മിസ്റ്റേക്ക് ഉണ്ടാവുന്ന എനിക്കറിയാം. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം, മനസ്സിലായിട്ടുണ്ട്. എന്റെ മിസ്റ്റേക്ക് ഇല്ലാണ്ട് സാർ അത് ഡിലീറ്റ് ചെയ്യാണ്ട് എനിക്ക് അതൊക്കെ അറിയാം. പിന്നെ ഒന്ന് ഞാൻ ഫ്രഷാണ് വന്നിട്ടുള്ളത്, അപ്പൊ എനിക്ക് അലൗഡ് അല്ല ശരിക്കും അതിൽ ഇടാനുള്ളത്. ബട്ട് അത് ഞാൻ ചെയ്തു, അത് എന്റെ തെറ്റ്, അതിന് സോറി. ബട്ട് ആ ഒരു ട്രെൻഡ് ലൈൻ പഠിച്ചിട്ടുള്ളതിന് ശേഷമാണ് ഞാൻ അത് നോക്കിയിട്ട് ആ ഒരു മൂവ്മെന്റ്സ് ഞാൻ വരുന്നതും കുറെ കാത്തിരുന്നത്. ട്രെൻഡ് ലൈൻ ഞാൻ ഇതിന് മുമ്പേ ട്രൈ ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഔട്ട് എൻട്രിക്ക് വേണ്ടിയിട്ട്. ബട്ട് അതൊന്നും എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടില്ല. ബട്ട് അന്ന് വരച്ചിട്ടപ്പോ അത് എനിക്ക് ഹിറ്റായി. അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ടുപോയത്. അപ്പൊ എല്ലാവരോടും എനിക്ക് തന്നെ പറയാനുള്ളത്, ഒറ്റ മിനിറ്റ് അനീഫ. ആക്ച്വലി ഞാൻ അനീഫാനെ വിളിച്ചത് എന്തൊക്കെ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയാ. റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടതിന് ശേഷമുള്ള റിസൾട്ട്.
ആക്ച്വലി അനീഫയിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പഠിക്കാനുണ്ടത്. ഒന്ന് ഞാൻ പറഞ്ഞുതരാട്ടെ എന്തൊക്കെയാണ്, ഒരു പോയിന്റ് ആയിട്ട് പറയാം. എങ്ങനെയാണ് അനീഫ മാർക്കറ്റിനെ കാണുന്നത് ഒന്നാമത്തെ, രണ്ടാമത് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ എടുക്കുന്നത്, മൂന്നാമത് ഒരു ഇപ്പൊ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുമ്പോൾ അനീഫയുടെ മൈൻഡ് സെറ്റ് എന്താണ്, നാലാമത് പ്രോഫിറ്റ് ലോസ് വന്നാലും അനീഫ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്നൊരു 1 മിനിറ്റിൽ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു. ഞാനിത് കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല കേട്ടോ. അനീഫ ആണോ കാശ് കൊടുത്ത് പറയിപ്പിക്കണോ അനീഫ? എത്ര കാശ് ഞാനങ്ങനെ ഇത് പറയാൻ വേണ്ടിട്ട് ആണോ? എനിക്ക് കാശോ സാറ് പോലും ഞാൻ ഈ കാണുന്നതിന് ഈ 2 വീക്സിന് മുമ്പെയാണ്. അതെ. പറഞ്ഞോളൂ പറഞ്ഞ പോയിന്റുകൾ മനസ്സിലായില്ലേ? എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് മറന്നുപോയോ? ഞാൻ പറഞ്ഞു അല്ല അനീഫ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആദ്യം ഓക്കെ മാർക്കറ്റിൽ ആദ്യം വാച്ച് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ട്രെൻഡ് ആദ്യം നോക്കും. മോർണിംഗ് സെക്ഷനിൽ എനിക്ക് ട്രെൻഡ് ഒരു ഐഡിയ ഉണ്ടാവില്ല മാർക്കറ്റില്. എണീറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഒന്നും ക്രിയേറ്റഡ് അല്ലായിരിക്കും. ചിലപ്പം ഇപ്പൊ ഇന്നത്തതൊക്കെ ഭയങ്കരമായിരുന്നു, എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഡൗൺ ആണ് ഉണ്ടായിരുന്നതൊക്കെ. നമ്മൾ എണീക്കുമ്പോ തന്നെ ഇത്രയും താഴെ പോയോ എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ടിങ്. അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലാസ്റ്റ് എൻട്രി ഉണ്ടാവും, ക്ലോസിംഗ് ക്യാൻഡിൽ ഉണ്ടാവും, എല്ലാം വീക്ക്ലി ക്യാൻഡിൽ ഉണ്ടാവും, ഡേ ക്യാൻഡിലാണ് നമ്മള് അനലൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ക്ലോസിംഗ് ഉണ്ടാവും. അനലൈസിന്റെ കാര്യം വേണ്ട, അനലൈസിന്റെ കാര്യം വേണ്ട, അതൊക്കെ അവർ ഇൻഡിവിജ്വൽ ചെയ്യട്ടെ. എങ്ങനെ നോക്കി കാണുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരു ഓവറോൾ അതിന്റെ മേൽ ലെയർ ഉണ്ടല്ലോ, മുകളിലത്തുള്ള ലെയർ മാത്രം പറഞ്ഞാൽ മതി. ഇൻഡെപ്തിലേക്ക് പോകണ്ട, കാരണം ഓരോരുത്തരും ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് ഇൻഡെപ്ത് കാര്യം. അപ്പൊ എങ്ങനെ കാണുന്നു മാർക്കറ്റിന് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ഡിസിഷൻ എടുക്കുമല്ലോ മാർക്കറ്റിൽ വന്നിട്ട്. കാരണം ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡിസിഷൻ എടുത്തിട്ടായിരിക്കുമല്ലോ തുടങ്ങുന്നത്. ആ ഡിസിഷൻ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ ഒരു എൻട്രി പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എൻട്രി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെ മാർക്കറ്റിന് കാണുന്ന വഴി. ഓവറോൾ മാർക്കറ്റ് ആദ്യം ട്രെൻഡ് ഞാൻ നോക്കും, ട്രെൻഡിന് ആദ്യം നോക്കിക്കാണും. പിന്നെ ഏതൊക്കെ എക്സ്പെക്റ്റഡ് മൂവ്മെന്റ്സ് എവിടേക്ക് എത്രത്തോളം ഏതെല്ലാം സോണിക്ക് പോകും. അപ് ട്രെൻഡ് ആയാലും ഡൗൺ ട്രെൻഡ് ആയാലും സോൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കും, ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട്. വീഡിയോസ് ആദ്യം കാണും. പിന്നെ നമ്മളെ പുറത്തുള്ള നോളജ് ആണ്. പിന്നെ നമ്മള് സെർച്ചിങ് ആണ്. ന്യൂസ് നോക്കും. ന്യൂസിൽ നോക്കിയിട്ട് അതിലുണ്ടാവും ചിലവരുടെ അനാലിസിസ് നോക്കും. അങ്ങനെ ഒരു റേഞ്ച് നമ്മൾക്ക് കണ്ടെത്താനുള്ളത് കിട്ടും എന്തായാലും. പിന്നെ സാറിൻ്റെതാണ് എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക. ബട്ട് നമ്മൾക്ക് കോൺഫിഡന്റ് സാറിന്റെ ഒരു ക്ലാസ് തന്നെ എനിക്ക് കിട്ടും, മീൻസ് അനാലിസിസ് തന്നെ കിട്ടും, എൻട്രി ഒക്കെ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇതിന് കൺക്ലൂഷൻ ആയിട്ട് ഞാൻ പറയാം. ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒരു വ്യൂ തന്നെ ആദ്യമേ മാർക്കറ്റിൽ കണ്ടെത്തും. അത്ര പറഞ്ഞാൽ മതി, കൂടുതൽ ഡീറ്റെയിൽ പറയണം. ബാക്കിയുള്ളതൊക്കെ അവര് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവര് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഒന്ന് കണ്ടു. ഇനി നെക്സ്റ്റ് ഒരു എൻട്രി പോയിന്റ് എത്തുമ്പോ സൈക്കോളജി എന്താണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻട്രി പോയിന്റ് കിട്ടുമ്പോ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടൊരു ഇതാണ് ട്രെൻഡ് ലൈന് നോട്ട് ചെയ്ത് വെക്കും. ഫസ്റ്റ് തിങ് ഞാൻ സൈക്കോളജി ഓക്കെ, സൈക്കോളജി അത് എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാ എനിക്കറിയത്തില്ല. ബട്ട് അത് ഞാൻ ആയി തീർന്നത് കുറച്ച് കാശ് ഇട്ടിട്ട് പഠിച്ച് ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ്. മീൻസ് നമ്മൾ വാഷ് ഔട്ട് ചെയ്യുന്നതിനെ പറ്റ് എക്സലിന്റെ പ്രാധാന്യം എന്താന്നുള്ളത് നമുക്ക് ഒരു ചാൻസ് ഓക്കെ വാഷ് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് ഇല്ല, ഇനി നമ്മൾ കാശ് ഇട്ടണം. ബട്ട് ഒരു $2 $5 എക്സ്പെക്ട് ചെയ്ത് വെച്ചോ, ഓക്കെ അത് മിസ്സായി പോയി, ഓക്കെ നെക്സ്റ്റ് നമുക്ക് അടുത്ത ട്രേഡ് അവൈലബിൾ ആണ്. മാർക്കറ്റ് ഇത്രയും മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുള്ള
നമുക്ക് സമയമുണ്ട് ഇനിയും. ചെറിയ ചെറിയ പോയിന്റിലോട്ട് വരണം. അത്ര എക്സ്പ്ലനേഷൻ വേണ്ട. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത് തന്നെ പോയിന്റ്സുകൾ മാത്രം മതി. എന്ന് വെച്ചാൽ ഒരു ട്രേഡ് എടുക്കുമ്പോൾ വരുന്ന നമുക്കിപ്പോ 2 സൈഡ് ഉണ്ടാവുമല്ലോ. ഞാനൊരു ട്രേഡ് എടുക്കുമ്പോൾ 2 സൈഡ് ഡെഫിനറ്റ്ലി ഞാൻ ചിന്തിക്കും. അതായത് ലോസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, പ്രോഫിറ്റ് വന്നത് എന്തായിരിക്കും. അപ്പോൾ അത്ര പറഞ്ഞാൽ മതി. ലോസ് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഡിസിഷൻ എടുക്കുന്നത് ഇതാണ്, പ്രോഫിറ്റ് വന്ന ഡിസിഷൻ എടുക്കുന്നത് ഇതാണ് എന്നാണ് ആദ്യത്തെ സൈക്കോളജിയാണ് ഞാൻ ചോദിച്ചത്. മനസ്സിലായോ? എന്റെ സൈക്കോളജി എന്തായിരിക്കും? കൂടുതൽ ഡീറ്റെയിൽ വേണ്ട. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ എനിക്ക് അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യണം. ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതാണ്. ഓക്കെ, ലോസ് വന്നാലും പ്രോഫിറ്റ് വന്നാലും ഒരേ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടാവുക. കാരണം ഒരു എക്സ്പെക്റ്റഡ് ഒരു എമൗണ്ട് ആണ് ഞാൻ വെക്കുന്നത് ബോർഡർ ആയിട്ട്. അതിപ്പോ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക്, കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ചാൻസസ് ഇനിയും കിടക്കുന്നുണ്ട്. കാരണം ആ ഒരു ഫിക്സഡ് എമൗണ്ടിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുക. ഒരു മൈൻഡ് സെറ്റ് എടുക്കണം. ഓക്കെ, ഇന്നത്തെ ലോസ് ഇത്രയാണ്, മീൻസ് $10 ആണെന്നുണ്ടെങ്കിൽ ആ $10 തന്നെ സ്റ്റോപ്പിൽ. അടുത്ത ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് അറിയാം. കഴിഞ്ഞ ട്രേഡിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമുക്കൊരു സൈക്കോളജി ഉണ്ടാവും. ട്രേഡിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി എന്തായിരിക്കും ഉണ്ടാവും? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി എന്തായിരിക്കും എന്നുള്ള അതിന്റെ ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഡീറ്റെയിലേക്ക് ഞാൻ ഇപ്പോൾ ചോദിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീറ്റെയിൽ വന്നിട്ട് സനുവിന് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ക്ലാസ് നീണ്ടു പോകും. അപ്പൊ അതുകൊണ്ടാണ് ഡീറ്റെയിലേക്ക് ചോദിക്കാറ്. കാരണം നമ്മുടെ അനാലിസിസിന്റെ ഇത് തുടങ്ങിയിട്ടില്ല, ക്ലാസ് തുടങ്ങിയിട്ടില്ല. ആക്ച്വലി ഇതിപ്പോ നല്ല രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് മുസ്തഫാനോട് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ എന്താന്ന് വെച്ചിട്ട് ഞാൻ എന്റെ അനാലിസിസ് തുടങ്ങിയേനെ, ഡെയിലി അനാലിസിസിനെ കുറിച്ച് പറഞ്ഞോളൂ. ഓക്കെ, പിന്നെ ടാർഗറ്റ് അത് തന്നെ മെയിൻ. നമ്മളുടെ ടാർഗറ്റ് ഫിക്സ് ആയിട്ട് നിൽക്കും. ഒരു ഹാഫ് ടാർഗറ്റ് ആദ്യം എടുക്കുന്ന ഒരു ഹാഫ് ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഞാനൊരു 2 ലോട്ടാണ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹാഫ് ഞാൻ ക്ലോസ് ചെയ്യും. എന്നിട്ട് ഹാഫിൽ ഞാൻ ക്ലോസ് ചെയ്ത് വെക്കും. ഒരെണ്ണം ഞാൻ ബ്രേക്ക് ഇവന് കൊടുത്ത് വെക്കും. ഐ മീൻ അവരുടെ ബ്രോക്കർ ചാർജ് ഉണ്ടെങ്കിൽ അത് വെച്ച് അതിനെക്കാട്ടും കുറച്ചും കൂടി എമൗണ്ടിൽ വെച്ചിട്ട് അവിടെ ഇടും. അതിൽ കിട്ടട്ടെ, മീൻസ് ഫൈനൽ പറഞ്ഞിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട്, ഞാനൊരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും, ഒരു പ്രോഫിറ്റ്. അത് ഇന്നത്തെ ദിവസം എനിക്ക് ഇത്ര മതി എന്നുള്ളതിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു റേഞ്ചിൽ തന്നെ കിട്ടിയാൽ നമുക്ക് കുറയ്ക്കാം. ഞാൻ പറഞ്ഞു ഇനി ലാസ്റ്റ് പോയിന്റ്, ഒരു ദിവസത്തെ ട്രേഡ് കഴിയുമ്പോൾ യൂഷ്വലി ആസ് എ ട്രേഡർ അല്ലെങ്കിൽ ആസ് എ ഒരു മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ എന്താണ് ഉള്ളിലേക്ക് എടുക്കുന്നത്, പുറത്തേക്ക് കളയുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതിട്ടാ. എന്താണ് ഉള്ളിലേക്ക് എടുക്കുന്നത്, എന്താണ് പുറത്തേക്ക് കളയുന്നത്? ഒരു മീൻസ് ഓൾറെഡി നമ്മുടെ ഒരു പ്രോഫിറ്റില് ഓൾറെഡി സക്സസ്ഫുൾ ആയി. ഓക്കെ, അതോടെ നമ്മുടെ ഒരു ദിവസത്തെ ടാർഗറ്റ് എത്രയാണോ അത് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ചെയ്തു. അതൊന്നല്ല ഞാൻ ചോദിച്ചത്. നമുക്ക് ഇണ്ടത്തില്ല. ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ആൾ ഒരുപക്ഷെ ട്രേഡ് എടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ട്രേഡ് എടുത്തുണ്ടാവും. ഒരു ട്രേഡർ എന്ന നിലയിൽ ചോദിക്കാൻ കാരണം ഒരു ട്രേഡർ ആകുമ്പോൾ ട്രേഡർ എടുത്തുകൊണ്ടാണ്, അല്ലാതെ വാച്ച് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞത്. അപ്പൊ ഒരു ട്രേഡർ എന്ന നിലയിൽ പ്രോഫിറ്റ് ഉണ്ടാവും, ലോസ് ഉണ്ടാവും, അല്ലേ? അപ്പോ ഒരു ദിവസം ഉള്ളിലേക്ക് പ്രോഫിറ്റ് ആവുന്ന സമയത്ത് ഒരു ദിവസം എന്താണ് ഉള്ളിലേക്ക് വരിക എന്ന് പറഞ്ഞ കോൺഫിഡന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുറത്തോട്ട് എന്ത് കോൺഫിഡന്റ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒന്ന് പുറത്തോട്ട് കളയണല്ലോ. ഡെഫിനറ്റ്ലി പുറത്തോട്ടൊന്ന് കളയണ്ടായിരിക്കും. എന്തായിരിക്കും ഉള്ളിലേക്ക് കോൺഫിഡന്റ് വരുമ്പോ പുറത്തോട്ട് എന്ത് പോകും? ഉള്ളിലോട്ട് കോൺഫിഡൻസ് വരുമ്പോ പുറത്തോട്ടുള്ളത് പേടിയാണോ, ഭയം പോവോ? ഭയം പോവും. ഒന്ന് മീൻസ് നെക്സ്റ്റ് ടൈം നമുക്ക് വരുന്ന ഒരു ഭയം, ഉള്ളിലുള്ള ഭയം കംപ്ലീറ്റ്ലി ഔട്ടാണ് ആ ഒരു സമയം. ഒരു റിലാക്സ് ആണ്, ഒരു മൈൻഡ് റിലീഫ് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ആക്ച്വലി അതിലല്ല വേണ്ടത്, രണ്ടാമത്തേലാണ് വരുന്നത്. ലോസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ലോസ് ആണെങ്കിലും എനിക്ക് ഉള്ളിൽ ഭയം ഉണ്ടാവില്ല. മീൻസ് ഒരു ദിവസത്തോടെ തീരുന്നില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. ലോസ് ആണെങ്കിൽ എന്താണ് ഉള്ളിലേക്ക് എടുക്കുന്നത് എന്നാണ് എനിക്കറിയേണ്ടത്. പോസിറ്റീവായിട്ട് എടുക്കുമോ, അത് നെഗറ്റീവ് ഫീലിംഗിൽ? അത് പോസിറ്റീവ്, കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത്. നെഗറ്റീവ് ഫീലിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ലോസ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു നെഗറ്റീവ് ഉണ്ടാവും. അതിനെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്?
അതിന് നെക്സ്റ്റ് ഡേ നമുക്ക് ചാൻസസ് ഉണ്ട്. അപ്പൊ അതില് നമ്മള് കവർ ചെയ്ത് നെക്സ്റ്റ് ഡേ നമുക്ക് അവസരമുണ്ട്. നമ്മുടെ വ്യൂ അവസരമുണ്ട്. എപ്പോഴും ആ വ്യൂ എപ്പോഴും നമ്മുടെ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ലോങ് റൺ വ്യൂ ആണ് നമുക്ക് ഉണ്ടാവുന്നത്, അല്ലെ? അങ്ങനെയല്ലേ? അതെ അതെ, ലോങ് റൺ ഓഫ് കോഴ്സ്. അതാണ് നമ്മുടെ സേഫ് ക്യാപിറ്റൽ. താങ്ക് യു അനീഫ. കാരണം ഇത്ര സംസാരിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ ഇടപെട്ടില്ലെങ്കിൽ അനീഫ ചിലപ്പോൾ ഈ ക്ലാസ് അനീഫ കൊണ്ടുപോയനെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. കാരണം ഇതിനാണ് ആക്ച്വലി ഒരു മിനിറ്റ് അനീഫ, ഞാൻ മ്യൂട്ട് ചെയ്തോളൂ. ഞാൻ ബാക്കിയുള്ള ആളുകളോടാണ് പറയാം. ഫാനൊക്കെ ഇവിടെ കരയുന്നുണ്ട് കേട്ടോ. അനീഫാന്റെ ഫാൻ ഇവിടെ കരയുന്നുണ്ട്. അപ്പോ ഇതിനാണ് ആക്ച്വലി ഒരു ട്രേഡറുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോഴും പറയുന്നത്, മുന്നും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനീഫ സംസാരിച്ച ബേസ് ചെയ്തിട്ട് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. ഒരു ട്രേഡറുടെ സെറ്റപ്പ് എന്താണെന്നുള്ളത്. ഇതിന് ഫോൾസുകൾ ഉണ്ടാകും, അഡ്വാൻറ്റേജ് ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും, അതുപോലെ ലോസ് വരും, പ്രോഫിറ്റ് വരും, ഇതൊക്കെ എന്തായിക്കോട്ടെ. പക്ഷേ ഒരു ട്രേഡറുടെ മൈൻഡ് സെറ്റിലേക്ക് ആൾ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് ഏകദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആളെ കൊണ്ട് സംസാരിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞേനെ, അല്ലെങ്കിൽ കട്ട് ചെയ്യിപ്പിച്ചാൽ ഞാൻ ഇടപെട്ടിട്ട് കട്ട് ചെയ്യിപ്പിച്ച് കളഞ്ഞാൽ. എന്ത് തോന്നുന്നുണ്ട് അനീഫ് സംസാരിച്ചതെന്ന്? എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ ഇരിക്കുന്ന രണ്ടുപേര് പറഞ്ഞാൽ മതി. ഒന്ന് ആരൊക്കെ പറയാൻ വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ പൊന്തിച്ചോ, ഒന്നുകൂടി കൈ പൊന്തിച്ചോ. രണ്ടു പേർക്ക് അവസരം ഉണ്ടാവുള്ളൂ, കാരണം എനിക്ക് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല. അനീഫ സംസാരിച്ചു, ഡെറിയും പറഞ്ഞു, അടുത്ത ആളാര ഡെറി ഉണ്ട്, പിന്നെ ആരെ കൈ പൊന്തിക്കുന്നത്? ആദ്യത്തെ രണ്ടാൾക്ക് അവസരം തരാം. വേറെ ആർക്കും ഒന്നുമില്ല. ഹനീഫ സംസാരിച്ചൊക്കെ ഫേക്ക് ആയിട്ടാണോ നിങ്ങൾക്ക് തോന്നിയത്? വേറെ ആരും ഒന്നും പറയാൻ താല്പര്യമില്ലാതെ വിട്ടിരിക്കുന്നത്? ഓക്കെ, ഡെറിൻ പറഞ്ഞോളൂ. ഹനീഫ സംസാരിച്ചതില് എനിക്ക് നമ്മൾ ആ ഒരു പാറ്റേൺ നമ്മൾ കടമെടുക്കുവാണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് ജേർണിയിൽ അത് വളരെ ഒരിതാണ്. കാരണം ഹനീഫ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ മാർക്കറ്റിൽ മെയിൻ ആയിട്ട് വേണ്ടത് ആ സാധനമാണ്. കാരണം ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതിനെ അപ്പൊ തന്നെ റിക്കവർ ചെയ്തിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്നും നാളത്തേക്ക് നമ്മുടെ ഒരു ദിവസത്തെ പ്രോഫിറ്റ് ഓർ ലോസ് അവിടെ നിർത്താൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും അച്ചീവ് ആകാത്തൊരു സംഭവമാണ്. അപ്പൊ അത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ നമുക്ക് വ്യൂ ഉണ്ടായിരിക്കുന്നതും അതായത് മാർക്കറ്റിൽ കയറുന്നതിന് മുമ്പേ നമുക്ക് നമ്മൾ എത്ര ട്രേഡ് എടുക്കും, എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താൽ നമ്മൾ ട്രേഡ് നിർത്തും, എത്ര ലോസ് വന്നാൽ നമ്മൾ നിർത്തും എന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് ആ ഒരു മൈൻഡ് സെറ്റോടെ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി വരുന്നതിന് ഓവർകം ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന വലിയ ലോസുകളും പ്രോഫിറ്റും കാണുമ്പോഴത്തേക്കാണ് നമുക്ക് കൈവിറക്കലും ഓവർ ട്രേഡിങ്ങും ഒക്കെ വരുന്നത്. അതിനു മുമ്പേ നമുക്ക് ആ ഒരു കറക്റ്റ് പാത്ത് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകാൻ പറ്റും. അഷ്റഫ് പറഞ്ഞോളൂ. സാർ നമസ്കാരം. അനീഫ് എന്ന് പറയുന്ന വ്യക്തി എത്ര നാളായി ഇതിലുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഒരു എന്താ പറയാ, മൂപ്പര് പറഞ്ഞത് എനിക്ക് മനസ്സിലായത്, ഒരു ട്രേഡർക്ക് എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി നമ്മളെ പോലത്തെ ഒരാൾക്ക് എന്താണ് വേണ്ടത് എന്നും എന്താണ് ഇല്ലാത്തത് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞു തന്നു. അതെനിക്ക് മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. ഞാൻ കൂടുതൽ സംസാരിപ്പിക്കുന്നില്ല. ഇനി ഞാൻ എന്റെ ഒരു കൗണ്ടർ കമന്റ് പറയാം. ഹനീഫ, എന്നാണ് പുതിയൊരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോ അങ്ങനെയൊന്നും തീരുമാനിച്ചില്ല സാറേ. അങ്ങനെയൊന്നും പറയരുത്. ഞാനൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളൂ, അനീഫയുടെ ഇൻബോക്സ് നിറയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഒരാളെ അടുപ്പിക്കണ്ട, ഞാൻ അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഇപ്പോഴേ ഞാൻ പറഞ്ഞു, ഒരു വാണിംഗ് ആയിട്ട് എടുത്തു. ഒരാളെ അടുപ്പിക്കണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്തൊരു ക്രൂരനാണെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ ഉള്ള സംഭവമാണ്, നോക്കിക്കോളൂ ഉള്ള സംഭവമാണ്. അപ്പൊ അത് കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞിട്ട് നിങ്ങൾ ഇൻബോക്സിൽ പോണ്ട, ഉള്ള കാര്യമാണ് പറഞ്ഞത്. അനീഫയുടെ ഒരു അനുഭവം പറഞ്ഞു, വളരെ ക്ലിയറോട് കൂടി പറഞ്ഞു. നിങ്ങൾ അതിനെ ബിൽഡ് ചെയ്യുക. ഞാൻ അനീഫാന്റെ അടുത്ത് പോയിട്ട് ഉപദേശം ചോദിച്ചിട്ട് അനീഫാന്റെ ഉള്ള ഈ സ്വസ്ഥത നിങ്ങൾ കളയരുത് കേട്ടോ. അതാണ് ഞാൻ എല്ലാവരോടും കൂടി പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അനാലിസിസിലേക്ക് കടക്കാം. അനാലിസിസിൽ എന്തുകൊണ്ട് ഞാൻ തുടങ്ങി എന്നുള്ളത് നമുക്ക് ആദ്യമേ നോക്കാം. 1 വീക്കിലാണ് തുടങ്ങിയത്. 1 വീക്കിൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് ക്യാൻഡിൽ ഈ ഒരു പ്രദേശത്തായിരുന്നു നിന്നുണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു പ്രദേശത്തായിരുന്നു നിന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിരുന്നോ? ആ ഒരു സമയത്ത് ക്യാൻഡിൽ എന്തായിരുന്നു? ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. ഇപ്പോഴാണ് ബെയറിഷ് ആയത്. ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. ഈ ഒരു പ്രദേശത്താണ് നിന്നുണ്ടായത്. ക്യാൻഡിൽ ഇവിടം വരെ വരാനുള്ള സാധ്യത ഡെഫിനറ്റ്ലി കണ്ടിരുന്നു. പിന്നെ മറ്റൊന്ന് കണ്ടിരുന്ന എന്താണ്? ഇവിടെ എന്തുണ്ടായിരുന്നു? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നു വീക്കിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ വീക്കിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ട് മാർക്കറ്റ് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ 1 വീക്കിൽ ഈ 2400 താഴെ വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു
എന്ത് സംഭവിക്കും? നല്ല രീതിയിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടാനുള്ള സാധ്യത സംഭവിക്കുന്നു. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്റെ വ്യൂ ആക്ച്വലി. ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു എന്റെ വ്യൂ. ഞാനൊരു അനാലിസിസ് ചെയ്യുന്നതിന്റെ മുന്നുണ്ടായിരുന്ന വ്യൂ അതായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻട്രി പോയിന്റുകളാണ്. അതിനുവേണ്ടിയാണ് ഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ ക്യാൻഡിലിൽ ഈ ഒരു ഏരിയ ഇവിടെ ഇങ്ങനെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഒരു ഡബിൾ മൈൻഡ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഇവിടെ ഒരു എന്ത് നടക്കുന്നുണ്ട്, ഡെയിലി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പുൾ ബാക്ക് ക്യാൻഡിലുണ്ട്. അപ്പൊ പുൾ ബാക്കിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടായിരിക്കാം, അവിടെ നിന്ന് ഈ ഒരു ക്യാൻഡിൽ വന്ന് അടിച്ച് കയറി എന്തായിരിക്കും, ബുള്ളിഷ് പിൻബാർ ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയ ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നല്ലോണം ക്യാൻഡിൽ ഇറങ്ങി വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് അതേ ക്യാൻഡിൽ തന്നെ കയറി ബുള്ളിഷിലേക്ക് പോവുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് എന്തുണ്ടായിരിക്കുക, ഒരു ഫുൾ എൻഗൾഫിങ് സംഭവിക്കുക. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോന്ന് എനിക്കുണ്ടായിരുന്നു, അത് സാധ്യത ഉണ്ടോന്ന് ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ക്യാൻഡിൽ എന്ത് ചെയ്തു, സപ്പോർട്ടായിട്ട് എടുത്തു. നോക്കിയാൽ കാണാം എന്റെ വ്യൂ, ടോട്ടലി വ്യൂ എന്ന് വെച്ചാൽ ഞാൻ അനാലിസിസ് ചെയ്തിരുന്നത് താഴോട്ടേക്ക് തന്നെയായിരുന്നു. മുകളിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഏരിയയിൽ നിന്ന് കയറി പോകാനുള്ള സാധ്യതയുണ്ട്, മുകളിലേക്ക് തന്നെയാണ് മാർക്കറ്റ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോക്കിയാൽ കാണാം നിങ്ങൾക്കറിയാം, ഞാൻ മാർക്ക് ചെയ്തിരുന്ന ഏരിയകൾ താഴോട്ടേക്കായിരുന്നു. നെക്സ്റ്റ് 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് ചെയ്തിരുന്നത്, 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ വരച്ചു വെച്ച ക്യാൻഡിൽ, ഞാൻ അതിനു മുന്നേ വരച്ച ക്യാൻഡിൽ ഒന്ന് എടുക്കാം. ഇതായിരുന്നു വരച്ച ക്യാൻഡിൽ. അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കളർ നമുക്ക് ഏതെങ്കിലും കളർ പോരെ, കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ തൊട്ട് മുകളിലായിരുന്നു ഈ ഒരു ക്യാൻഡിലോ ആണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഈ ഒരു ക്യാൻഡിലാണ് ഉണ്ടായിരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ ക്യാൻഡിലായിരുന്നു, കാരണം ഓൾറെഡി വന്നൊരു ചെറിയൊരു റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ക്യാൻഡിലായിരുന്നു നമുക്ക്. അപ്പൊ എനിക്ക് വ്യൂ ക്ലിയർ ആയി, ക്യാൻഡിൽ ഇത്രത്തോളം അടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു റിജക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ആ ഒരു ക്യാൻഡിൽ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്യാൻഡിൽ എവിടം വരെ പോവും എന്നാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത്. ശ്രദ്ധിച്ചിരുന്നു ആരെങ്കിലും? ഈ ഒരു ക്യാൻഡിൽ എവിടം വരെ പോവും അല്ലെങ്കിൽ എന്തുവരെ പോകും എന്നുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞ എന്താണ്, ഒന്ന് രണ്ട് ക്യാൻഡിൽ ഇവിടെ നിന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് താഴോട്ടേക്ക് വന്നിട്ട് ഒരു ക്വിക്ക് മൊമെന്റ് മുകളിലേക്ക് തരാം, അല്ലെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടം വരെ 2400 വരെ എത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? അതും കഴിഞ്ഞ് മാർക്കറ്റ് ഇതിന്റെ താഴെ ഞാൻ 1 ഹവറിലാണോ 4 ഹവറിലാണോ എന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഇതിന്റെ താഴെ ട്രേഡ് ചെയ്താൽ, ഇത് ബ്രേക്ക് ചെയ്ത് താഴെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 ഹവറിലാണെന്ന് എനിക്ക് തോന്നുന്നു. 1 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് 1 ഹവറിൽ തന്നെയെന്ന് തോന്നുന്നു, ഞാൻ നോക്കി കഴിഞ്ഞാൽ പറയാം. 1 ഹവറിൽ ഇത് തന്നെ തോന്നുന്നു. 1 ഹവറിൽ ഇതിന്റെ താഴെ ട്രേഡ് ചെയ്തിട്ട് ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇതിന്റെ താഴെ ട്രേഡ് ചെയ്തിട്ട് ഒരു റിജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, പുൾ ബാക്ക് വന്ന് റീട്രേസ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നു പറഞ്ഞിരുന്നു. ഇത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ പറഞ്ഞൊരു ഏരിയ ഇതായിരുന്നു, ഈ ഒരു ഏരിയനായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞിരുന്നത്, 2400 ഇതിന്റെ ഇടയിൽ ഞാൻ ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്തതിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായി. ഞാൻ 2 പാട്ടായിട്ട് ചെയ്തിരിക്കുന്നത്, ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവസാനം ചെയ്ത പാട്ടിൽ കുറച്ച് വ്യത്യാസമുണ്ട് ആദ്യം വരച്ചതിനേക്കാളും. കാരണം എന്താ വെച്ചാൽ എന്റെ മോള് വന്നിട്ട് ഇത് മൈക്ക് പിടിച്ചു വലിച്ച സമയത്ത് വോയിസ് പോയില്ല, ഇത് മാത്രം റെക്കോർഡായുള്ളൂ. പിന്നെ രണ്ടാമത് പകുതിയോളം വെച്ചിട്ട് അവസാനം എന്നോട് പറഞ്ഞപ്പോൾ പകുതിയോളം വെച്ചിട്ട് ഞാൻ ചെയ്തത്, പകുതിയല്ല അവസാനത്തെ ഒരു 3-4 മിനിറ്റ്. അപ്പൊ എനിക്ക് സംശയം, ഇത് വരച്ചില്ല എന്നുള്ള സംശയമുണ്ട്. പക്ഷെ ഈ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഇവിടേക്ക് വന്നിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിൾ വ്യൂ ആയിരുന്നു. കാരണം ഇനി ഇങ്ങനെ ഒരു വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ്, ഇനിയിപ്പോ എന്നോട് എൽദോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാനും വ്യൂ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ എന്താണ്, പിന്നെ എൻട്രി കൺഫർമേഷൻസ് ആണ്. എൻട്രി കൺഫർമേഷന് എന്റേതായ ശൈലിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ശൈലിയിൽ ഒരു പാറ്റേൺ രൂപീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ വരികയോ അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാവുന്ന മറ്റെന്തെങ്കിലും വരികയോ സമയത്താണ് ഞാൻ എൻട്രി എടുക്കുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ ഡെയിലി അനാലിസിസിനെ പറ്റിയിട്ട് പറഞ്ഞത്?